1 lakh ചലഞ്ചിലെ ഡേ 6 ആണെന്ന്. ഡേ 6 ശനിയാഴ്ച, അതായത് ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞ അടുത്ത ദിവസം 16-ാം തീയതി. ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് 1 lakh ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും, അതായത് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ഫുൾ ടൈം ഇറങ്ങുന്നതും. ആക്സിഡൻ്റായി വണ്ടികൾ മാറ്റി ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ഇറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മാസം ശേഷം ഇറങ്ങിയതാണെന്ന്. കാലത്ത് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്, രാത്രി 10 മണിക്കാണ് നിർത്തിയത്. 15 മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും നമ്മൾ ഫുഡ് കഴിക്കാൻ ഒന്നും റെസ്റ്റ് എടുത്തിട്ടില്ല. കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുക. ഇടയിൽ വല്ലതും കഴിച്ചിട്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ടയർഡുണ്ട്. പിന്നെ ഏകദേശം 220 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ നേരം ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതോറും എന്താ പറയുക, ഓടിക്കുന്ന കിലോമീറ്ററും കൂടുകയാണ്, പെട്രോൾ എക്സ്പെൻസും കൂടുക ചെയ്യുന്നത്. ഏണിങ്സും അതിനനുസരിച്ച് വരണമല്ലോ, വലിയ ശരിയാവില്ലല്ലോ. അങ്ങനെ 15 മണിക്കൂറിന് ശേഷം സത്യം പറഞ്ഞൊന്ന് കിടന്നു കൊടുത്താൽ മതി എന്നുണ്ട്. അത്രയ്ക്ക് ടയർഡുണ്ട്. മൊബൈൽ പോലും പിടിക്കാൻ വയ്യ കയ്യിൽ. അപ്പോൾ ഏണിങ്സ് പറയുന്നതിന് മുന്നേ 15 മണിക്കൂർ ഓടിച്ചല്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് ഓർഡർ ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് പോസ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർഡർ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു മാസം ഇറങ്ങാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓർഡർ അടിച്ചു, അത്യാവശ്യം ലോങ് ഓർഡറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് ഓർഡർ പറയുമ്പോഴാണ് ഞാൻ ഒരു 2 മാസമൊക്കെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയതിൽ ലോങ് ഓർഡർ ഒരു 23 കിലോമീറ്ററിൻ്റെ ഓർഡർ ആയിരുന്നു. ആ ഓർഡറിൽ എനിക്ക് ഏകദേശം 400 രൂപയ്ക്ക് മുകളിൽ ഏണിങ്സ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും കിട്ടി അതുപോലെ ഒരു 23 കിലോമീറ്ററിൻ്റെ ഓർഡർ. ഇന്ന് അരൂർ ഭാഗത്തേക്കാണ് അടിച്ചത്. ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കായിരുന്നു MG റോഡിലുള്ള താൽക്കിച്ചെന്ന് ഓർഡർ അടിച്ചു. 23 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീക്കെൻഡ് ശനിയാഴ്ച ആയതുകൊണ്ട് റിട്ടേൺ ഏണിങ്സ് ഇല്ല. ജസ്റ്റ് 270 സംതിങ് രൂപയാണ് ഓർഡറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് 283 രൂപ കിട്ടുകയും ചെയ്തത്. നെക്സ്റ്റ് ആക്ച്വലി ആ ഓർഡർ ഡെലിവറി ചെയ്യാൻ മാത്രം ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തു. ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ആയി 1.5 മണിക്കൂറോളം എടുത്തു. ആ ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു 50-60 രൂപയുടെ ഓർഡർ ഒരു 4-5 കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് സെയിം ഏണിങ്സ് എത്തിക്കായിരുന്നു. അത്രയും കിലോമീറ്റർ ഓടിക്കേണ്ട ദൂരവും വരില്ലായിരുന്നു. 23 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് റിട്ടേൺ ഏകദേശം വൈറ്റിലെത്തുന്നവരെ ഞാൻ കാലടിച്ച് ചുമ്മാ വരിക ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ടോട്ടൽ ഏണിങ്സ് നോക്കാം. ടോട്ടൽ ഏണിങ്സ് 15 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് 2446 രൂപയാണ് ടോട്ടൽ ഏണിങ്സ്. അതിൽ നമ്മുടെ പെട്രോൾ എക്സ്പെൻസ് 220 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. സോ ഒരു 390 രൂപയുടെ പെട്രോളും ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് ഏകദേശം 2056 രൂപയാണ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ 1 lakh ചലഞ്ചിലെ ഡേ 1 to ഡേ 6 ടോട്ടൽ 10,593 റുപ്പീസ് ഏൺ ചെയ്തിട്ടുണ്ട്. 6 ദിവസത്തിൽ 10,000 രൂപ ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതും എക്സ്പെൻസ് കഴിഞ്ഞിട്ട് വർത്താണ്. പിന്നെ ഈ ഒരു ഏണിങ്സ് സൊമാറ്റോയിൽ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സൊമാറ്റോ ഓടിക്കും. ആരെയും സൊമാറ്റോ ഓടിക്കുന്നവർ ഈ ഒരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ എന്തായാലും പറയണം. കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സൊമാറ്റോ ഓടിച്ചു നോക്കും കൊച്ചിയിൽ. എന്തായാലും നാളെ കാണാം.